ഹലോ എവ്രി വൺ, ദിസ് ഇസ് ഹരീഷ് ഫ്രം ഹൗ ദാറ്റ് പോസിബിൾ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന ഹ്യൂജ് റെസ്പോൺസിനും ഫീഡ്ബാക്സിനും ഒരു വലിയ താങ്ക്സ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു ഹൗ ദാറ്റ് പോസിബിൾ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 2 ബജറ്റ് റേഞ്ചിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കേഴ്സാണ്. അതായത് 10,000 ആൻഡ് 5,000 റുപ്പീസ് ബിലോ വരുന്ന വാല്യൂ ഫോർ മണി എന്ന് തീർത്തും അവകാശപ്പെടാവുന്ന 2 സ്പീക്കേഴ്സ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മീറ്റ് സോണി SRX XB12. ഇതിൻ്റെ പ്രൈസ് വരുന്നത് MRP 3,990 രൂപയാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. IP67 റേറ്റിംഗോട് കൂടിയിട്ടാണ് ഈ സ്പീക്കർ വരുന്നത്. IP67 എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ ഹാഫ് ആൻ അവർ വരെ ഈ ഡിവൈസ് സർവൈവ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു മൈക്രോ USB ചാർജിങ് കേബിളാണ് വരുന്നത്. 1 ഇയർ ആണ് ഈ സ്പീക്കറിൻ്റെ വാറൻറ്റി. 6 കളേഴ്സിൽ ഈ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, റെഡ്, ഗ്രീൻ, ബ്ലൂ, പിങ്ക് ആൻഡ് ഗ്രേ. നല്ല ഒരു സോഫ്റ്റ് റബ്ബറൈസ് ഫിനിഷാണ് ഈ സ്പീക്കേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ആപ്പിളിൻ്റെ ഹോം പോഡുമായിട്ട് ഒരുപാട് സാദൃശ്യം ഈ സ്പീക്കേഴ്സിന് തോന്നും. ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 16 hours ആണ്. 46 mm ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. അതായത് ലോ, മിഡ്, ഹൈ ഫ്രീക്വൻസി ഈ ഒറ്റ സ്പീക്കർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു മോണോ സ്പീക്കറാണ്. ഇതേ 2 സ്പീക്കേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്റ്റീരിയോ ആയി പെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ സ്പീക്കറിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 243 ഗ്രാമാണ്. ഡയമീറ്റർ 74 mm, ഹൈറ്റ് 92 mm. ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ 4.2 ആണ്. അതായത് ബ്ലൂടൂത്ത് 4+ ഹയറുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫാസ്റ്റർ ഡാറ്റ ട്രാൻസ്ഫറിങ്, ദെൻ ഫാസ്റ്റർ കണക്ഷൻ, അതുപോലെ പെയർ ചെയ്തിരിക്കുന്ന ഡിവൈസസിൻ്റെ പവർ കൺസംഷൻ വളരെ കുറവായിരിക്കും. ഇതാണ് USB ചാർജിങ് പോർട്ട്. അതിനോടൊപ്പം ഒരു 3.5 mm ഓഡിയോ ഇൻപുട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടൺസൊക്കെ വളരെ ടാക്റ്റൈലും വളരെ സോഫ്റ്റ് ടച്ചുമാണ്. മ്യൂസിക് കൺട്രോൾ ചെയ്യാനും അതുപോലെ കോൾസ് അറ്റൻഡ് ചെയ്യാനും ഈ സ്പീക്കേഴ്സ് വഴി നമുക്ക് സാധിക്കും. ഓഫ് കോഴ്സ് ഈ സ്പീക്കേഴ്സിൻ്റെ സൗണ്ടിങ് ക്വാളിറ്റി എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഒരുപാട് സ്പീക്കേഴ്സ് നേരിൽ കണ്ട് കേട്ട് യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്പീക്കറിലേക്ക് ഞാൻ അവസാനം എത്തിയത്. ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. ഏതൊരു ജേണർ ഓഫ് മ്യൂസിക്കും വളരെ ഡീറ്റെയിൽഡായും ക്രിസ്പായും ഈ സ്പീക്കേഴ്സിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ ഇതിൻ്റെ ലോ ആൻഡ് ഫ്രീക്വൻസി വളരെ പഞ്ചിയാണ്. മാക്സിമം വോളിയത്തിലും ഇതിൻ്റെ ഡിസ്റ്റോർഷൻ 0 ആണ്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഫോം ഫാക്ടറാണ്. വെയിറ്റ് കുറവായത് കാരണം നമുക്ക് അനായാസം എവിടെയും ഇത് കൊണ്ടു നടക്കാം.